കേരള സർക്കാരിനോടുള്ള എൻ്റെ ഒരു നിവേദനമാണ്. നിങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാർ ഇനിയെങ്കിലും ഈ പ്രളയങ്ങളൊക്കെ കണ്ടു, എല്ലാ വർഷവും മുടക്കമില്ലാതെ ഓരോ ഏരിയയിലും പ്രളയം വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ചാടി കുളിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇന്ന് ഇതെല്ലാം മണൽ വന്ന് മൂടി. ഇത് കണ്ടോ എത്ര ഹൈറ്റിലാണ് മണലുള്ളതെന്ന് നോക്ക്. മണലും കല്ലും കൂടി ചേർന്ന് ഇതൊരു സ്ഥലത്ത് മാത്രമല്ല, പുഴ ഗതി മാറി ഒഴുകി. കാരണം ഇവിടെ എല്ലാം ഫില്ലായ ശേഷം പുഴ ഗതി മാറി ഒഴുകി ഇപ്പുറ സൈഡിൽ കൂടെ വരുന്നത് കണ്ടോ. ഇതിനുള്ളിൽ പണ്ട് മണൽ വാരിക്കൊണ്ടിരുന്ന സ്ഥലം ഇതൊക്കെ. എനിക്ക് ഓർമ്മയുണ്ട്, 10-25 വർഷം മുമ്പൊക്കെ ഇവിടെ മണൽ വാരുന്നത് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. അന്ന് ഞങ്ങൾ കുട്ടികൾ ഇവിടെയൊക്കെ ചാടി കുളിച്ചുകൊണ്ടിരുന്ന. കാരണം ഇത് ആറള ഫാമാണ് ഈ കാണുന്നത്. ഈ ആറള ഫാമിൽ കശുവണ്ടി വെറുക്കാനൊക്കെ വരുന്ന കാലത്ത് ഞങ്ങളിങ്ങനെ ചാടി കുളിക്കുമായിരുന്നു. നിങ്ങൾ നോക്ക്, മണൽ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ടോ. കോടിക്കണക്കിന് രൂപയുടെ മണലുണ്ട് ഇവിടെ, കോടിക്കണക്കിന് രൂപയുടെ മണൽ. ഇതുപോലെ 10,000-കണക്കിന് ഏരിയയിൽ പുഴകളിൽ വന്നിട്ട് കേരളത്തിൽ കിടപ്പുണ്ടല്ലേ. അത് വാരാൻ എന്തുകൊണ്ട് അനുമതി നിൽക്കുന്നില്ല? കോടതി വിധി ഉണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ അതിനുള്ള പരിഹാരം നിങ്ങളെടുത്തില്ലേ, സർക്കാരിൻ്റെ അടുത്തില്ലേ? ഒന്ന് നോക്കിയേ, ഈ പാലമെല്ലാം വെള്ളം കയറി. ഇതൊക്കെ അപൂർവമായിരുന്നു പണ്ടൊക്കെ വെള്ളം കയറൽ. ഈ പാലത്തിലൊന്നും അങ്ങനെ വെള്ളം കയറുന്നത് എൻ്റെ ഒന്നും ഓർമ്മയിലില്ല. പണ്ടൊക്കെ വരുമായിരുന്നു, അപൂർവം. പല കാലത്ത് ഒരു 4-5 വർഷം കൂടുമ്പോൾ മുട്ടിയെങ്കിൽ മുട്ടി. പക്ഷേ ഇതെല്ലാം തകർത്തു. ഇപ്പം നോക്കൂ, ഇത് മുഴുവൻ തകർത്തു. ഇതിൻ്റെ കൈവരികളെല്ലാം പൊളിഞ്ഞ് കിടക്കുന്ന നിങ്ങൾക്ക് കാണാം. ഇതാ വലിയ മരങ്ങളൊക്കെ ഇതിനകത്ത് വന്ന് കയറി ഇരിപ്പുണ്ട്. ഏകദേശം ഇതിൻ്റെ മുകളിൽ ഇത്ര ഹൈറ്റിൽ വെള്ളം വന്നു കഴിഞ്ഞ ദിവസം. ഇത്ര ഹൈറ്റിൽ ഇവിടെയൊക്കെ വന്ന് അടിച്ചതിനെ കാണാം. പ്ലാസ്റ്റിക് കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവില്ല. ഇതിൻ്റെ മുകളിൽ പോയി, റോഡിൽ നിന്നും എത്ര ഹൈറ്റിൽ പോയി നോക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, ദയവ് ചെയ്തിട്ട് ശ്രീ വി ഡി സതീശൻ ഗവൺമെൻറ്റിനോടുള്ളൊരു അപേക്ഷയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കേരളത്തിനെ രക്ഷിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, പ്രളയത്തിൽ നിന്ന് മണൽ വാരാൻ അനുവാദം കൊടുക്കുക. മണൽ വാരാൻ അനുവാദം കൊടുത്താൽ ഒരു പക്ഷേ, എൻ്റെ അറിവില്ലായ്മയാണോന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു ചിന്താഗതി ഞാൻ പറഞ്ഞത്. കാരണം എൻ്റെ ഓർമ്മയിലുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇതൊക്കെ മണലാണ്. മണൽ വന്ന് അടിഞ്ഞിട്ട് അവിടെയൊക്കെ മരങ്ങൾ വളർന്നു കഴിഞ്ഞു കണ്ടോ. അതൊക്കെ അതിനുള്ള മണലാണ്. ഈ മരങ്ങൾ വളർന്നു കഴിയുമ്പം വെള്ളത്തിന് പോകാൻ വേറെ വഴിയില്ല. അപ്പോൾ വെള്ളം പൊന്തും. ഇതങ്ങ് വരെ അങ്ങനെ തന്നെയാണ് ഒരുപാട് ഏരിയയിൽ. എനിക്ക് ഞാൻ കാണിച്ചു തരാം ശരിക്കും വ്യക്തമായിട്ടാ. മണൽ കയറി അടിഞ്ഞേക്കുന്നുണ്ടോ. എന്നിട്ട് ഇവിടെ എല്ലാം മരങ്ങൾ വളർന്നിട്ട് പുഴയുടെ ആഴം കുറഞ്ഞ് വെള്ളം കരക്കോട്ട് കയറുകയാണ്. അപ്പോൾ ഇതിന് പരിഹാരം സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞില്ലേ പിന്നെ നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ ചെയ്യ്. ഓരോ ദിവസവും മഴക്കാലത്ത് TV തുറക്കുമ്പോൾ വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ ഭയങ്കര പ്രയാസം തോന്നുന്നുണ്ട്. ഭയങ്കര പ്രയാസം. നമുക്കൊന്നും ഒരിക്കലും വെള്ളപ്പൊക്കം വരുന്നൊരു ഏരിയ അല്ലല്ലോ ഞങ്ങളൊന്നും വീട്. ഇരിട്ടിയിൽ എൻ്റെ വീടെന്നൊക്കെ വെച്ചാൽ വല്ല കൊടുങ്കാറ്റ് ഭൂമി കുലുക്കം വന്നാൽ മാത്രമേ നമുക്കൊക്കെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മളെപ്പോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത്, ഇന്ന് 3-ാം തീയതി, ഈ സമയത്ത് എത്ര ആളുകൾ വെള്ളക്കെട്ടിനുള്ളിൽ കിടക്കുവാണ്. അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടായ മുഴുവൻ സമ്പാദ്യങ്ങളും നശിച്ചു ഇല്ലേ. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരമാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ കയ്യിലല്ലേ തീരുമാനം. അതിന് നിയമനിർമ്മാണം നടത്തുകയോ അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നമ്മുടെ നാട് അധിക കാലം ഇല്ലാണ്ട് മൊത്തത്തിൽ വെള്ളത്തിലാവും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇതൊരു അപേക്ഷയാണ്. എൻ്റെ അറിവ്, എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ പറയുകയാണ്, ഈ ഒരു മണലുകൾ മൊത്തമൊന്നും വേണ്ട, കുറേ വാരി മാറ്റിയാൽ തന്നെ നമുക്ക് പുഴയിലെ നീരൊഴുക്ക് കൂടും. അവരുടെ വഴി ക്ലിയർ ആകുമ്പോൾ ആ വെള്ളം അതിലങ്ങ് പൊക്കോളും. നിങ്ങൾക്ക് നോക്കിയേ, ഇവിടെ തന്നെ ഈ കാണുന്ന ഇത്രയും ഏരിയയിൽ ആയിരക്കണക്കിന് ലോഡ് മണലുണ്ട്. ഇതൊക്കെ വാരി മാറ്റാനുള്ളൊരു സംവിധാനം വെച്ചാൽ സർക്കാരിലേക്ക് എത്ര പണം കിട്ടും, എത്ര ആളുകൾക്ക് ഉപകാരപ്പെടും. നമ്മളൊക്കെ പ്രകൃതി സ്നേഹികളാണ്. ഞാനൊക്കെ അത്രയും ക്ലിയർ ആയിട്ട് നോക്കുന്ന ഒരാളാണ്. ഒരു മുട്ടായി കടലാസ് പോലും വലിച്ചെറിയാത്ത ആളാണ് ഞാനും എൻ്റെ കുട്ടികളും. അപ്പോൾ ഈ ഒരു സംഭവം, ഇതിന് പരിഹാരം ദയവ് ചെയ്തിട്ട് ശ്രീ വി ഡി സതീശൻ ഗവൺമെൻറ് ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നെപ്പോലെ 10,000-കണക്കിന് ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കമൻ്റ് ഇടുകയും പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് ദയവ് ചെയ്ത് ചെയ്യുക. അല്ലെങ്കിൽ അധികം താമസിക്കാണ്ട് എല്ലാ സ്ഥലവും മുങ്ങും.
ഉറപ്പാണ്. നന്ദി.